സുനിൽകുമാർ എംഎൽഎയും പങ്കെടുക്കുന്ന ആദ്യത്തെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗമാണ് ഇന്ന് നടന്നത്. നിലവിലുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള വ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ യോഗം നടന്നത്. എല്ലാ ജില്ലകളിലെയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെ സംബന്ധിച്ചും ഘടകകക്ഷികൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണത്തെ സംബന്ധിച്ചുമെല്ലാം വിശദമായി വിലയിരുത്തുകയുണ്ടായി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും. സംസ്ഥാനത്ത് ഏതാണ്ട് 95% സീറ്റുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ നൽകി കഴിഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചും അനുബന്ധ അഴിമതി കേസുകളെ സംബന്ധിച്ചും കേന്ദ്ര ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രിയും സർക്കാരും ശ്രമിക്കുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കും. CLAG പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി കേരളം നടത്തുന്ന ശ്രമങ്ങൾ, കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അപലപനീയമാണ്. CLAG രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഭരണഘടനാ സ്ഥാപനമായ CLAG-യെ തികഞ്ഞ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് ശ്രീ തോമസ് ഐസക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബി ഇടപാടിൽ ശതകോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്നുള്ള തിരിച്ചറിവാണ്, അത് കണ്ടുപിടിക്കപ്പെടുമെന്നുള്ള തിരിച്ചറിവാണ് തോമസ് ഐസക്കിനെ ഇത്തരം ഒരു ബാലിശമായിട്ടുള്ള നീക്കത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ പല നിർണായകമായിട്ടുള്ള കേസുകളും അഴിമതി കേസുകളും പുറത്തു വന്നത് CLAG റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾക്ക് ശേഷമാണ് എന്നുള്ള തിരിച്ചറിവാണ്, ഭയമാണ് തോമസ് ഐസക്കിനെ വേട്ടയാടുന്നത്. 2G സ്പെക്ട്രം ഇടപാടും കൽക്കരി കുംഭകോണവും അടക്കം രാജ്യത്തെ നടുക്കിയ ഒട്ടേറെ അഴിമതി കേസുകൾ പുറത്തു വന്നതും പിന്നീട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് അത് കാരണമായതും CLAG റിപ്പോർട്ടുകളുടെ തുടർച്ചയാണ് എന്നുള്ള തിരിച്ചറിവാണ് തോമസ് ഐസക്കിനുള്ളത്. CLAG കണ്ടെത്തലുകൾ ഗുരുതരമാണെങ്കിൽ തീർച്ചയായിട്ടും കിഫ്ബിയിലെ ഇടപാടുകൾ അന്വേഷിക്കപ്പെടും എന്ന് ഉറപ്പാണ്. അത് മനസ്സിലാക്കിയാണ് ഒരു മുഴം മുമ്പേ അറിയാൻ തോമസ് ഐസക് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് തുനിഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്ത് ഗവർണറുടെ പേരിൽ വരുന്ന നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കേണ്ട രഹസ്യരേഖയായിട്ടുള്ള CLAG റിപ്പോർട്ട് തന്റെ ധനകാര്യ സെക്രട്ടറി പൊളിച്ചു നോക്കി കിഫ്ബിയുടെ തലവിന് കൊടുത്തു എന്നുള്ള പരസ്യമായ വാർത്താ സമ്മേളനത്തിൽ തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. താൻ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ലംഘനമാണ് താൻ നടത്തിയത് എന്ന് തോമസ് ഐസക് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഗവർണറുടെ പേരിൽ വരുന്ന CLAG റിപ്പോർട്ട് നിയമസഭയിൽ മാത്രം ആണ് ആദ്യമായി വെക്കേണ്ടത്. നിയമസഭയിൽ ടേബിൾ ചെയ്തതിനു ശേഷം മാത്രമാണ് അത് സംബന്ധിച്ച് പുറം ലോകത്തിന് വിവരങ്ങൾ അറിയാവുന്നത്. അദ്ദേഹം 2 ടെലിവിഷൻ ചാനലുകളിലെ ചാനൽ ചർച്ചകളിലും വാർത്താ സമ്മേളനത്തിലും CLAG റിപ്പോർട്ട് തന്റെ ധനകാര്യ സെക്രട്ടറി പൊളിച്ചു നോക്കി കിഫ്ബിയുടെ തലവിന് കൈമാറിയെന്നാണ് പറഞ്ഞത്. തോമസ് ഐസക് പറയുന്നത് കിഫ്ബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ തലവന് രാജ്യത്തെ ഏറ്റവും പരമോന്നത ഏജൻസിയായിട്ട്, പരമാധികാര ഏജൻസിയായിട്ടുള്ള ഇക്കാര്യത്തിലുള്ള CLAG റിപ്പോർട്ട് പൊളിച്ചു നോക്കി
ചോർത്തി കൊടുക്കാനുള്ള അവകാശം ധനകാര്യ സെക്രട്ടറിക്ക് ആരാണ് കൊടുത്തത്? ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടാൻ നിയമസഭാ സ്പീക്കറും ഗവർണറും തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിന്റെ ഗവർണറും കേരള നിയമസഭാ സ്പീക്കറും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഭരണഘടനാ ലംഘനം നടത്തിക്കൊണ്ട്, സത്യപ്രതിജ്ഞ ലംഘനം നടത്തിക്കൊണ്ട്, സഭയുടെ അവകാശം ചോദ്യം ചെയ്തുകൊണ്ട് തോമസ് ഐസക് നടത്തിയിട്ടുള്ള ബാലിശമായിട്ടുള്ള ഈ നീക്കം, ജനാധിപത്യ വിരുദ്ധമായുള്ള ഈ നീക്കം പരിശോധിക്കപ്പെടേണ്ടതാണ്. തോമസ് ഐസക്കിന് നേരെ ഉയർന്നു വന്നിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ്. മസാല ബോണ്ടിൽ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട ആളുകൾ അതിലിടപെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ ഒരു പ്രമുഖ IAS ഉദ്യോഗസ്ഥന്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതിന്റെ സൂചനകളാണ് വരുന്നത്. വലിയ അഴിമതിയാണ് വിദേശ രാജ്യങ്ങളിൽ അടക്കം നടന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നിരിക്കുന്നു. കുറഞ്ഞ പലിശയ്ക്ക് കിട്ടേണ്ട പണം കൂടുതൽ പലിശക്കെടുത്ത് സംസ്ഥാനത്തെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട്, കരാർ മാനദണ്ഡങ്ങളും ടെൻഡർ മാനദണ്ഡങ്ങളും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് തോന്നിയ പോലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഭാരം അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. തോമസ് ഐസക്കിന് മന്ത്രിസഭയിൽ തുടരാനുള്ള അധികാരമില്ല, അർഹതയില്ല. അദ്ദേഹം അടിയന്തരമായി രാജിവെക്കണം. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ബഹുമാനപ്പെട്ട ഗവർണറും നിയമസഭാ സ്പീക്കറും ഇക്കാര്യത്തെക്കുറിച്ചുള്ള നിലപാട് അറിയിക്കേണ്ടതാണ്, വ്യക്തമാക്കേണ്ടതാണ് എന്നാണ് BJPയുടെ അഭിപ്രായം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം. സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് ശബ്ദരേഖ കൈമാറാൻ, മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ എങ്ങനെ അവസരം ലഭിച്ചു എന്നുള്ള കാര്യം വിശദമായ അന്വേഷണത്തിന് വിധേയമാക്കണം. കേരള പോലീസിലെ ഒരു വിഭാഗവും ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇതിന് സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. സ്വപ്നയെ കസ്റ്റഡിയിലെടുത്ത വിജിലൻസിന്റെ കറുത്ത കൈകൾ ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. സ്വപ്നയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഗൗരവപൂർണമായിട്ടുള്ള അന്വേഷണം നടത്തണം. അവരാണോ ഇതിന് കൂട്ടുനിന്നത്? അതല്ല ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയോടുകൂടിയാണോ? ജയിലിൽ ആരൊക്കെയാണ് സ്വപ്ന സുരേഷിനെ സന്ദർശിച്ചത്? അതിലാരൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ വിശദമായിട്ടുള്ള അന്വേഷണം വേണം. കോഫി പോസ് കേസിൽ ജയിലിൽ കിടക്കുന്ന സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിനെ കുറിച്ച്, ആ ശബ്ദ സന്ദേശത്തെ മറയാക്കി രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പും. മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാര്, മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥന്മാര്. അവരെ ആരോപണത്തിന് വിധേയമാക്കുന്ന ഒരു കേസാണിത്. സ്വപ്ന സുരേഷിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിനെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? ഒരു കുറ്റവാളിയുടെ ഓഡിയോ സന്ദേശം മറയാക്കി കേന്ദ്ര ഏജൻസികൾക്കെതിരെ രാഷ്ട്രീയ പ്രചരണം നടത്താൻ എന്ത് മാന്യതയാണ് ഇടതുമുന്നണിക്കും സർക്കാരിനുമുള്ളത്? അമാന്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണിത്. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ആളുകളെ ജയിലിലടക്കപ്പെട്ട, ആ കേസിൽ ഉൾപ്പെടെ ജയിലിലടക്കപ്പെട്ട ആളുകളുടെ ശബ്ദ സന്ദേശം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി വരെ, കേന്ദ്ര നേതാക്കന്മാർ വരെ വേദവാക്യമായിട്ട് എടുക്കുകയാണ്. എന്നിട്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള കേരളത്തിന്റെ നീക്കം ഈ നാട്ടിലെ ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. നിയമവാഴ്ചയും നീതിന്യായ സംവിധാനങ്ങളും അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായിട്ടുള്ള ബഹുജന മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള തീരുമാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എടുത്തിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലുടനീളം CPM-ന്റെ ഈ അഴിമതിക്കെതിരെ അന്വേഷണം നടത്തുന്ന ഏജൻസികൾക്കെതിരായി നടത്തുന്ന പ്രചരണം, അവരുടെ ബാലിശമായ നീക്കങ്ങൾ, ഇതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ജാമ്യാപേക്ഷയിൽ എല്ലാ തെളിവുകളും കൊണ്ടിട്ട് ഹാജരാക്കുകയാണ്.
ഏത് കേസിലാണ്? കേസ് വിചാരണക്കെടുക്കുമ്പോഴാണ് എല്ലാ തെളിവുകളും ഏജൻസികൾ ഹാജരാക്കുന്നത്. കോഫെ പോസെ കേസിലും രാജ്യദ്രോഹ കേസിലും ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അവർക്ക് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഏജൻസിക്ക് അറിയാലോ. അതുകൊണ്ട് അവരുടെ ജാമ്യം നിഷേധിക്കുമെന്ന് അറിയുന്ന ഏജൻസികൾ ആരെങ്കിലും മാധ്യമങ്ങൾ പറയുന്നത് പോലെയോ CPM പറയുന്നത് പോലെയോ എല്ലാ തെളിവുകളും ഇപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കുമോ? ഈ കേസ് വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു കേസാണ്. ഇത് സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള മുഴുവൻ തെളിവുകളും വിചാരണ സമയത്താണ് സാധാരണ നിലയ്ക്ക് ഏജൻസികൾ ഹാജരാക്കുക. ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ കൊടുക്കേണ്ട തെളിവുകൾ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. മറ്റുള്ള നിരീക്ഷണങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. വ്യക്തിയുടെ ശബ്ദരേഖ പുറത്തു വന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് സീരിയസ് ആയിട്ട്. എന്നാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഇതുവരെ പരിഗണിക്കുന്നില്ല പല പാർട്ടികളും. അല്ല, അത് കുറ്റവാളികളെല്ലാം സമർത്ഥമായിട്ട് ഇത്തരം പ്രചാരണം എല്ലാ കാലത്തും നടത്തില്ലേ? കുറ്റവാളികള് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇത്ര ഇത്ര മുഖവിലക്കെടുക്കേണ്ട കാര്യമുണ്ടോ? രക്ഷപ്പെടാൻ കുറ്റവാളികൾ ശ്രമിക്കുന്നത് സ്വാഭാവികമല്ലേ? കേസ് അട്ടിമറിക്കാൻ കുറ്റവാളികൾ ശ്രമിക്കുന്നത് സ്വാഭാവികമല്ലേ? പക്ഷെ ഒരു ഭരണകൂടം കുറ്റവാളികളോടൊപ്പം നിന്ന് കേസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് കാതലായ പ്രശ്നം. സ്വപ്ന സുരേഷും ശിവശങ്കറും രക്ഷപ്പെടാൻ പല തൊടുന്യായങ്ങളും പറയും. അവര് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ എന്നെ നിർബന്ധിച്ചു, എന്നെ ഹറാസ് ചെയ്യുന്നു എന്നൊക്കെ ഏത് പോക്കറ്റടിക്കാർ വരെ പറയുന്നില്ലേ? ഏത് ക്രിമിനൽ കേസിലാണ്? പോക്കറ്റടിക്കാരും കള്ളന്മാരും പറയുന്നില്ലേ കോടതിയിൽ? എന്നെ പോലീസ് അത് പറയാൻ പ്രേരിപ്പിച്ചു, എന്നെ ആക്രമിച്ചു. അതിനപ്പുറം ഒരു വിലയും ശിവശങ്കറിന്റെയും സ്വപ്നയുടെയും വാദങ്ങൾക്കില്ല. കോടതിയിൽ തന്നെയാണ് കള്ളന്മാരും പറയുന്നതെന്ന്, അല്ലാതെ വേറെ എവിടെ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോടതി പറഞ്ഞ സംശയത്തിനുള്ള മറുപടിയാണ് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. കേസിന്റെ വിചാരണ സന്ദർഭത്തിൽ ഹാജരാക്കേണ്ട തെളിവുകൾ ഇപ്പോൾ ഹാജരാക്കണമെന്ന് പറയുന്നവരുടെ ഉദ്ദേശം അന്വേഷണ ഏജൻസികൾക്ക് നന്നായിട്ട്, നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഉദ്ദേശം അവർക്ക് അറിയാം. കാരണം അന്വേഷണ ഏജൻസികൾക്ക് ഇത് എങ്ങനെയാണ് കോടതിയിൽ അവതരിപ്പിക്കേണ്ടത്, ഏത് സമയത്താണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്? അവർ വെറുതെ ഇരിക്കുന്നവരൊന്നുമല്ലല്ലോ, അവർ കേസ് അന്വേഷിക്കുന്നവരല്ലേ. അവർക്കറിയാം ഏത് സമയത്താണ് കോടതിയിൽ ആവശ്യമായുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടത്. ഇപ്പൊ പ്രാഥമിക ഘട്ടത്തിൽ എന്തെല്ലാം തെളിവുകൾ ഹാജരാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കാർക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അന്വേഷണ ഏജൻസികൾക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാം. അത് എല്ലാവർക്കും അറിയാലോ. തോമസ് ഐസക്കിന്റെ കള്ളക്കളി പൊളിഞ്ഞു പോയതിലുള്ള നൈരാശ്യമാണ് ഇതെല്ലാം. തോമസ് ഐസക്ക് ഇതിനെ ഒരു സംസ്ഥാന കേന്ദ്ര വിഷയമാക്കി മാറ്റി തന്റെ അഴിമതി മൂടിവെക്കാനുള്ള ഒരു അടവായിട്ടാണ് ഇതിനെ കണ്ടത്. പക്ഷെ ഇപ്പൊ അത് പൊളിഞ്ഞുപോയി. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് നടത്തിയിരിക്കുന്നത്. CNDG റിപ്പോർട്ട് പൊളിച്ചു നോക്കി ലീക്ക് ചെയ്യാനുള്ള അവകാശം ധനകാര്യ സെക്രട്ടറിക്കും ധനകാര്യമന്ത്രിക്കും ഉണ്ടോ എന്നുള്ള കാതലായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എന്താ എന്ത് കാര്യത്തില്? യോഗത്തിൽ ഇന്ന് ഒരുപാട് പേര് വരാതിരുന്നിട്ടുണ്ട്. ശ്രീ ഒ രാജഗോപാൽജി വന്നിട്ടില്ല. ഇനി നിങ്ങൾ അതെല്ലാം വെച്ചിട്ട് എഴുതിക്കോളൂ. ശ്രീ CK പത്മനാഭൻജി വന്നിട്ടില്ല. അസൗകര്യം മൂലം ഇന്ന് യോഗത്തിൽ ഒരുപാട് പേര് വരാതിരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പേര് മാത്രം ചോദിച്ച് പ്രചാരണം നടത്തുന്നതിന്റെ ഉദ്ദേശം ഈ തെരഞ്ഞെടുപ്പ് ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ടുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനെ അതിൽ കൂടുതൽ വിശദീകരണങ്ങളൊന്നും അതിന് നൽകാനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടി മാത്രം കൂടിയ യോഗമാണിത്. മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കോർ ഗ്രൂപ്പ് യോഗത്തിൽ